പണ്ട് ഇതുപോലുള്ള തിരയടിയൊന്നുമില്ല, ഇതിനേക്കാൾ വലിയ തിരയടിയായിരുന്നു. വലിയ കടലാക്രമണ സമയങ്ങളാണ് പണ്ട്. അപ്പോഴീ കരയിലൊക്കെ ഇത്തരം നാശങ്ങളൊന്നും നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ തിര കുറവെങ്കിലും കടലിൻ്റെ ഉള്ളിൽ തള്ളൽ, കിഴക്കോട്ടുള്ള തള്ളലാണ് ഇത്രയും നാശങ്ങളുണ്ടാകുന്നത്. എൻ്റെ പേര് മൈക്കൽ. എനിക്ക് 73 വയസ്സായി. ഞാൻ വലിയോറ താമസിച്ചിട്ട് 47 വർഷമാകുന്നു. കടലുകൊണ്ടാണ് ജീവിതം. കടലുകൊണ്ട ജീവിതത്തിലാണ് മക്കൾ വളർത്തുന്നത്. എൻ്റെ ജീവിതപ്പാത ഞാൻ കടലിലിറങ്ങി, എനിക്ക് 73 വയസ്സായി. ഞാൻ 7 വയസ്സിൽ കടലിലിറങ്ങിയതാണ്. അത് വലിയൊരു ജീവിതമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ 2ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, 2ാം ക്ലാസ് ഞാൻ പഠിച്ച ഞാനാണ്. കൂടെ നിന്നൊരു വലിയ അച്ഛൻ പിടിച്ചപ്പോൾ കടലിൽ തന്നെ പോയിട്ട് എൻ്റെ കൂടെ പഠിക്കും. അങ്ങനെ 7 വയസ്സിൽ പോയി ഞാനാണ്. കടലിൻ്റെ ജീവിതം വെച്ചാൽ ഭയങ്കര കഷ്ടമുള്ള ജോലികളാണ്. കാരണം തിര കഴിഞ്ഞ് പോകണം. തിരയിൽ പോയി മുമ്പ് ഒരുപാട് ജോലികൾ കരയിൽ ചെയ്ത് തീർക്കാനുണ്ട്. കടലിൽ പോകുന്ന ഉപകരണത്തിൻ്റെ ജോലികൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം കടലിൽ പണിക്ക് പോകാറുള്ളൂ. അത് പോകുമ്പോൾ വരുന്ന കാറ്റും മരിക്കും കൊള്ളണം, അല്ല തിരയടി കൊള്ളണം. കിട്ടിയാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. വലിയതുറ മുതൽ പൂവാർ വരെയുള്ള പ്രദേശങ്ങളിൽ വീടുകളെല്ലാം തകർന്നു. ശംഖുമുഖം തീരമില്ലാതായതോടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗവും അടയുകയാണ്. നടപ്പാതയും തകർത്ത് തിരകൾ തീരമെടുത്തതോടെ കട്ടമരങ്ങൾക്കും ചെറുവെള്ളങ്ങൾക്കും വേറെ സ്ഥലം കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. പലരുടെയും ജീവിതത്തിൽ ഇത്തരമൊരു അനുഭവം ഇതാദ്യം. In the throes of a recurring crisis of severe coastal erosion. The destructive effects of climate change are resulting in the severe damage to the coastline, particularly in the fishing hamlets of Veliyadura, Kundura, Parathura and Bhimapalli, destroying the homes of our fishermen, encroaching on our beaches and even washing away our land. ഇന്നത്തെ കടൽ ഷോ അല്ലായിരുന്നു. കടപ്പുറം കിടക്കുന്ന ആ പാലത്തിൻ്റെ കെട്ടിടങ്ങളിൽ രീതിയിലാണ് കടപ്പുറം ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഇതുപോലെ നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കടൽ അടിച്ച് വന്നാലും ആ തിര വന്ന് ഈ മണ്ണിൽ പോയി പോകും വെള്ളം. ഇപ്പം അങ്ങനെയില്ല. തിര വന്ന് അടിച്ചിട്ട് വീണ്ടും പണിഞ്ഞാറായിട്ട് കടലോട്ട് പോവുകയാണ്. പിന്നെ ആളെ കടലിലൂടെ അടിച്ച് മണ്ണ് തോണ്ടി ഇழுത്ത് പോവുകയാണ്. പോകുമ്പോഴാണ് നാശങ്ങൾ വരുന്നത്. ഓരോ ദിവസത്തിലും ഒരടി കടൽ കിഴക്കോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പില്ലാത്ത സ്ഥലങ്ങൾ അത്രയും. അങ്ങനെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളവയാണ്. ചെറുക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് വെള്ളം തുറന്ന് കയറി വരികയാണ് കിഴക്കോട്ട്. நான் ഇവിടെ வந்து ഈ പരിസരത്ത് வந்து ഫോട്ടോ എടുക്കാൻ തുടങ്ങി 2013
തകർന്ന് തൊട്ട് ഇവിടെ തുടങ്ങി. ഇവിടെ പറയും വെള്ളം ഉണ്ടായിരുന്നു നേരത്തെ, മൊത്തം കടൽ സമയം കൊണ്ട് പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും വരുന്ന നാട്ടുകാർക്കും വരുന്ന ടൂറിസ്റ്റുകൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിപ്പോൾ വികസനം പദ്ധതി ഉണ്ടാക്കി എല്ലാം ചിലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എപ്പോൾ തിറന്ന് എന്നാ നടക്കാൻ പോകുന്ന അറിയത്തില്ല. പക്ഷേ ഇത് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടാണ്. ഒത്തിരി പേർക്ക് ടൂറിസ്റ്റ് ബുദ്ധിമുട്ട് ആദ്യം, പിന്നെ ഞങ്ങളെ പോലെ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ട്. അങ്കോം ബീച്ചെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബീച്ചല്ല ഇപ്പം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബീച്ചിന് നല്ലൊരു പേരുണ്ടായിരുന്നു. ഇപ്പോൾ ബീച്ചെന്ന് പേരില്ല. എന്തെന്ന് വെച്ചാൽ ബീച്ചിലൊരു ഇതില്ല. ആൾക്കാർ ഐസ് വണ്ടിക്കാരും ചുണ്ടലുകാരും കപ്പണ്ടിത്താട്ടുകാരും ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ബീച്ചിലൊരു വെട്ടം പോലും ഇല്ല. ഞാൻ ഇവിടെ വന്നിട്ട് 10-30 കൊല്ലമായി. ഈ കടപ്പുറത്ത് തന്നെ എനിക്ക് കച്ചവടമായിരുന്നു. കച്ചവടങ്ങൾ ഇപ്പോൾ പണ്ടത്തെ പോലെ ആളൊന്നും വരണില്ല. കച്ചവടങ്ങൾ കുറവ്. ഈ കടൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങളെ ബീച്ചിനകത്ത് കയറ്റാത്തത്. അതുപോലെ കോവിഡ് സമയത്ത് ഞങ്ങളെല്ലാവരും പുറത്താക്കി. അപ്പോൾ ഞങ്ങൾ കടയൊന്നും തുറന്നില്ല. അതിന് ശേഷം ഇവർ ബീച്ച് തുറന്നിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് ഇപ്പം ഈ ഓണം അടുപ്പിച്ചാണ് ബീച്ച് തുറന്നത്. ഇവരിപ്പോൾ നമ്മളെ അങ്ങോട്ട് അകത്തോട്ട് ആക്കും കയറ്റും എന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കണില്ല. നമ്മൾ ബീച്ചിലിരുന്ന് കച്ചവടം, അതിനകത്തിരുന്ന് കച്ചവടം ചെയ്യുമ്പോഴത്തെ കച്ചവടം ഞങ്ങൾക്കില്ല. ഇവിടെ ഒന്നുമില്ല കടപ്പുറത്ത്. വിഴിഞ്ഞത്ത് ഈ കല്ല് എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ കടൽ ഇത്ര കയറിയത്. അങ്ങനെ ഒരുപാട് വീടുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. കടലിൻ്റെ കരയിലൊക്കെ ഇരുന്ന വീടുകളൊന്നും ഇപ്പോൾ ഒന്നുമില്ല. അവരൊക്കെ ഇങ്ങനെ ഓരോ അടുത്താണ് ഇപ്പോൾ താമസിക്കണത്. വീടുണ്ടായെന്നേ ആളുകൾ കണ്ടാൽ പോലും പറയൂല. അത്ര ഒരവസ്ഥയിലായിരുന്നു. എനിക്ക് 2 വീടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ. ഞാൻ ഇവിടെ വന്ന് 7 സെൻറ്റ് സ്ഥലം മേടിച്ചു. 2 ചെറ്റമടമാണ് ഉണ്ടായിരുന്നത്. അത് വെച്ച് താമസിച്ചതിന് ശേഷം 3 മക്കളുണ്ട്. മക്കളുടെ കാലത്തിൽ 1 സെൻറ്റ് ഭൂമി മേടിക്കാൻ കിട്ടൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് ഇപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് ഒരു സീറ്റ് വീട് വെച്ചു. അപ്പോൾ ഈ 2 എണ്ണം ഉണ്ടായിരുന്നു. കടൽ കയറിയ സമയത്തിലാണ് ഈ ഭവനങ്ങൾ പോയി നഷ്ടപ്പെട്ടത്, ആളുകൾ മരിച്ചത്. ഏറ്റവും കൂടുതൽ നാശമുള്ളത് വലിയവറയിലാണ് വീട് പോയത്. 7 വരി വീടാണ് പോയത്. ഇവിടെ പോയി 2 വരിയാണ്. എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീടിൽ ഫ്രണ്ട് കതവ് ജനലുകളൊക്കെ പോയി, ബാത്റൂം എല്ലാം പോയി. ഇതും കൂടെ ഇല്ലെങ്കിൽ നടുവലിയിൽ കിടക്കണം. റോട്ടിൽ തരില്ല. അടക്കെടുക്കാനും നിവർത്തിയില്ല. ഇപ്പം അവനെ വയ്ക്കാനും നിവർത്തിയില്ല. കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കടലടി മക്കളെ ഇതിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു. ആ വീട് നഷ്ടപ്പെട്ടു. അതിൻ്റെ താഴെ ഒരു കൊച്ചു വീട് ചെറ്റുകളുണ്ടായിരുന്നു. വെള്ളത്തിൽ അത് പോയി. ഇത് മകൻ കേൾപ്പിച്ചത് കഷ്ടപ്പെട്ട് മരുമീക്കത് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ഒരു ചെറിയ കൂട്ടിൽ വെച്ചത്. കിടന്ന കാലത്തിൽ 2 സെൻറ്റ് സ്ഥലം മേടിച്ച് വെച്ചതാണ് ഞാൻ. 3 മക്കൾക്ക് അങ്ങനെ ചെറ്റമടം എന്ന് പറഞ്ഞ് വെച്ചത്. 2 എണ്ണം കടലുണ്ട്, 1 എണ്ണമേ ഉള്ളൂ. ഇപ്പോൾ ഇതിലാണ് ഇപ്പോൾ എല്ലാവരും താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ 2 വീട് നഷ്ടപ്പെട്ടിട്ടാണ് പോലെ ഈ കോളനിയിൽ ജീവിച്ചു വരുന്നത് ഞങ്ങൾ. ഞാൻ എൻ്റെ 24 വയസ്സിൽ വിവാഹം ചെയ്തതാണ്. എന്നാൽ ഞാൻ നല്ലതുപോലെ ജീവിച്ചു വന്ന കാലത്ത് എനിക്കൊരു 50 വയസ്സാകുന്നത് വരെയും ഇങ്ങനെ കടലിലൊരു സംഭവം വന്നതായിട്ട് എനിക്കറിയത്തില്ല. സംഭവം ഞങ്ങൾ അമ്മയെന്നാണ് വിളിക്കുന്നത് കടലമ്മേനെ. കടൽ പെണ്ണാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ചും ഈ പ്രകൃതിയോട് ബന്ധപ്പെടും കടലിൽ കിടക്കാൻ വളരെ പേടിയാണ്. ഈ ഹാർബർ കെട്ടാൻ തുടങ്ങിയപ്പോൾ ഒരു 4 വരി വീട് പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ ഒരു വരി വീട് പോയി. അപ്പം നമ്മൾ ഇവിടുന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങി കിടക്കുന്ന സമയം രാത്രി ഞങ്ങൾ പഠിക്കും, സ്ത്രീകൾ വീട്ടിൽ പണിക്കും വീട്ടിലായിരുന്നു. കൊച്ചു കുട്ടികളുണ്ട്. വരുന്ന സമയം നമ്മളിവിടെ വരുമ്പം ഈ കിടക്കുന്ന ഭാരമായ കല്ലുകൾ അവരടിക്കുക, കല്ലുകളെല്ലാം തൂക്കിയെറിഞ്ഞ് വീട്ടിൻ്റെ പുറത്ത് വെച്ച് വീടൊക്കെ ചപ്പി വീണ് പിള്ളേരൊക്കെ ഓടി രക്ഷപ്പെട്ട് ഞങ്ങൾ അത് സന്ധ്യയ്ക്കൊരു 6 മണിയായപ്പോഴാണ് സംഭവങ്ങൾ നടന്നത്. ആ സമയം തുടങ്ങിയത് കൊണ്ട് ജനങ്ങൾ കണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാണ് ഈ ഗോഡൗണിലാക്കിയത്. ഞങ്ങൾ കടലിൽ പണിക്ക് പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഭാര്യയും മക്കളും എല്ലാം അതുകൊണ്ട് അവിടെ ഗോഡൗണിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ചേർന്നു. ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് 4 വർഷം 1 മാസമായി.
ഇന്നതുവരെയായിട്ട് ആരും ഞങ്ങളെ സഹായിക്കാൻ വന്നിട്ടില്ല. ഞങ്ങളുടെ നല്ല ഓർമ്മയ്ക്കൊക്കെ ഞങ്ങളതുകൊണ്ട് ആ കടലിൽ കിടക്കുന്ന തീർത്ഥാണ് ഇന്ന് കളിക്കുന്നത്. പണിക്ക് പോയിട്ട് വന്ന് അവിടേക്കാണ് ഇരിക്കുന്നത്. ഇപ്പോഴാണ് അവിടെ മൊത്തം കടത്തി കയറി. ഇപ്പോൾ കടന്ന് ഇങ്ങോട്ട് വരുന്നതല്ല, ആ ബാക്കിലോട്ട് പോകുന്നു. പിന്നെ ഇപ്പോഴേ അവർ ഒന്നെ പറയുന്നത് ഞങ്ങൾക്ക് 2 മാസത്തെ വാടക തരാം, വീട് ഒഴിഞ്ഞു കൊടുക്കണം. ഈ സമയത്ത് ആരെങ്കിലും വാടക വീട് വീട്ടിലാത്തവർക്ക് കൊടുത്താൽ 50,000 രൂപ അഡ്വാൻസും ചോദിച്ച് 10,000 രൂപ വാടക കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലെന്നോ. മഴക്കാലത്ത് മൊത്തം ചോരും. ക്ലാമ്പ് അടിച്ചിട്ടുണ്ട, അതുകൊണ്ടൊരു പുത്തം കിടക്കുന്നത്. ഇത് ക്ലാമ്പ് അടിച്ചിട്ട് മൊത്തവും ചോരും. നമ്മൾ എന്തെങ്കിലും ആഹാരം വെച്ച് കഴിച്ചാൽ കഥാണ്ട ഇതിൻ്റെ മുകളിൽ കൂടി ചാക്ക കയറി വരും, തള്ളി മറിച്ചിടും. എലി, പാമ്പ്, പിന്നെ എല്ലാത്തിനെയും ശല്യമുണ്ട്. എല്ലാം സഹിച്ചു കൂട്ടിയാണ് നമ്മളിവിടെ കിടക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും നമ്മളെ തെരുവിൽ ഇറക്കി വേണ്ട പണിയായി. നല്ല പ്രായത്തിലൊക്കെ ഉടനെ ചോദിച്ച വീടുകൾ വലിയ ടെറസുകളുടെ എല്ലാ വെള്ളത്തിനും പറഞ്ഞു പോയി. ആർബർ ഇട്ട് വന്നതിന് ശേഷമാണ് ഇത്രയും ദുരിതങ്ങൾ ഇവിടെ വന്നത്. ഇപ്പം നമ്മുടെ അവിടെ ആർബർ കെട്ടുന്നത് ഈ കടലിൽ കിടക്കുന്ന മണൽ തോണ്ടിയും മുകളിൽ കിടന്ന കരകൾ തോണ്ടിയാണ്. അവിടെ ലക്ഷങ്ങൾ കൊടുക്കത്തക്ക മണലാണ് നമ്മുടെ കൊണ്ട് കൂട്ടിക്കിട്ടിക്കുന്നത് വിഴിഞ്ഞത്ത്. പതിനാറിലാണ് വിഴിഞ്ഞത്ത് വാണിജ്യ തുറമുഖത്തിന് വേണ്ടിയുള്ള അദാനിയുടെ തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. 2 തരം പ്രവൃത്തികളാണ്. ഒന്ന്, അവിടുത്തെ കടലിലെ മണല് കുഴിച്ചെടുത്ത് അവിടെ പുതിയ കൃത്രിമമായിട്ട് കരയുണ്ടാക്കും. ഇതിന്റെ ഫലമായിട്ട് ധാരാളം കടൽ തീരത്തെ മണൽ നീക്കം ചെയ്യുകയുണ്ട്. അതിന് ഡ്രഡ്ജിങ് എന്ന് പറയുക. അപ്പൊ ഈ ഡ്രഡ്ജ് ചെയ്ത് റിക്ലമേഷൻ നടത്തി പുതിയ കൃത്രിമമായി കരയുണ്ടാക്കി. ഇത് ഉണ്ടായ ശേഷമാണ് വിഴിഞ്ഞത്തിന് വടക്കോട്ടുള്ള ഭാഗങ്ങളിൽ വൻതോതിൽ തീരശോഷണം ഉണ്ടായത്. ഇനിയും കൂടുതൽ നിർമ്മാണ പ്രവൃത്തികൾ, ഡ്രഡ്ജിങ്ങും പുലിമുട്ട് നിർമ്മാണവും നടക്കാനുള്ളത് കൊണ്ട് ഇനി വരും വർഷങ്ങളിൽ ഇതിന്റെ പ്രത്യാഘാതം വളരെ കൂടുതലായിരിക്കും. One important point for any nature-based solution is the sand which is moving along the coastline, we should make the sand available to the coast, not in the offshore. Many times what happens is ports and harbors, when they dredge the sand, because that no dredger can come to the close to the coast, they go and deposit the sand at the deep sea. That means this sand is permanently lost to the coastal system. That is why we are facing all this kind of erosion phenomenon. More development, more dumping of the sand into the sea, which is dredged from the harbors, then you will have more problem around the coastline. Ultimately, sand management is the management which is important factor which to be maintained for the restoration and maintaining the coast is the first aspect. Second aspect is we should not build any kind of fishing harbors or port harbors where it is essentially not required. Where it is required, you can always go and build that. If you keep on building so many harbors, then you will only have harbors and then structures all along the coastline. You will not have a natural beach. നമ്മൾ കടലിൽ എത്രത്തോളം അണകൾ കെട്ടി പൊക്കുമോ അത്രത്തോളം വെള്ളം നാലാ ഭാഗത്തിലും ഈ അണയില്ലാത്ത സ്ഥലത്തിൽ വെള്ളം തുറന്നുകയാണ്. പണ്ടെന്ന് വെച്ചാൽ കടലിൽ പൊക്കിക്കെട്ടലൊന്നും ഇല്ലായിരുന്നു. കടലായിട്ടാണ് കിടന്നത്. ഇന്ന് കടലിലാണ് ഹാർബറുകളും പ്ലെയിൻ ഗ്രൗണ്ടുകളും മറ്റതും മറച്ചതും കെട്ടിപ്പൊക്കുന്നത്. അതിൽ വലിയ പാറകൾ കൊണ്ടിട്ട് കടലിൽ നിറയ്ക്കുമ്പോൾ ഈ വെള്ളം പൊങ്ങും. പൊങ്ങുന്ന വെള്ളമാണ് കരത്തിൽ കയറുന്നത്. അത് ചേർത്ത് വയ്ക്കാൻ പറ്റാതെ അത് കര കൊണ്ട് കയറിപ്പോവുകയാണ്. അതാണ് ഈ കൂടുതൽ നാശങ്ങൾ കര വന്ന് സംഭവിക്കുന്നത്. വെള്ളം വലിയെന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് ഇഷ്ടത്തിനാണ് ഇപ്പോൾ. അപ്പോൾ കെട്ടി പൊക്കുന്ന സ്ഥലത്തിൽ ഒരു പാറ വളരുന്ന തുല്യവും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഇത് വെള്ളത്തിൻ്റെ കയറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ കടൽ വെള്ളത്തിൽ ചേർക്കുമ്പോൾ അത്രത്തോളം തിരമാല ഇല്ലാത്ത സ്ഥലത്ത് കയറി വരേണ്ട സാധ്യതയാണ് ഇപ്പോൾ കാണിക്കുന്ന ഭാഗങ്ങൾ. ജനങ്ങൾ കടപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് സുരക്ഷയില്ലാത്തവരുടെ ജീവിതവുമാണ്, ജീവിക്കാനും പറ്റാതെയാണ്. കാരണം ഇത്രയും തൊഴിൽ കയറിക്കൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ഓർമ്മയിൽ. നല്ല പ്രായത്തിൽ അതാണ് ആ കെട്ടിടത്തിൻ്റെ ഇളകത്തെ ചാലിൽ ഞങ്ങൾ ഉറങ്ങും കിടന്ന് വിശാലമായി. പല രീതിയിൽ കെട്ടിടം കണ്ട അതിൻ്റെ ചാലിൽ കിടന്ന് ഞങ്ങൾ ഉറങ്ങും. കെട്ടിടത്തിൻ്റെ പണിയാറാണ് കടലടിക്കുന്നത്. അതിൻ്റെ കരയൊക്കെ മണലാണ് ഇതെല്ലാം.
നമ്മുടെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറത്ത് മനുഷ്യനായിട്ട് ഉറങ്ങും ഈ മാസങ്ങളിലൊക്കെ. മക്കളും കുട്ടിയും ഭാര്യയും മക്കളുമായിട്ടൊക്കെ കിടന്ന് കടപ്പുറത്ത് കാറ്റുവെള്ളം വേണ്ടി കിടന്ന് ഉറങ്ങും. നല്ല മണലുമായിരിക്കും. ഇപ്പോഴും മണലിൻ്റെ കണ്ണിൽ കാണാനേ മണലില്ല കാലഘട്ടം വരുന്നത്. ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ മരിക്കുന്ന മനുഷ്യനെ പൂട്ടാൻ പോലും മണ്ണിട്ടില്ല. ഇത് കഴിഞ്ഞത് അപ്പുറത്ത് വേണമെങ്കിൽ റോഡും സഞ്ചാരമല്ലേ, അവിടെ എവിടെ അടക്കുന്നത്, അടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ഇടവയ്ക്ക് ഓരോ പള്ളികളുണ്ട്, പള്ളിക്ക് ഒരു സിംസേരികളുണ്ട്, മനുഷ്യന് അടക്കേണ്ട ഇടം, കുളിച്ചു മുടേണ്ട സ്ഥലങ്ങളുണ്ട്. അതിന് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ ഈ ഇത്രയും പുരകളൊക്കെ പോകും. റോട്ടിൻ്റെ പടിഞ്ഞാറിതെല്ലാം പോകുമ്പോൾ പള്ളികളും പോകും. അപ്പോൾ വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ മരിക്കുന്ന മനുഷ്യനെ അവിടെ തന്നെ കിടന്ന് ജീവിക്കേണ്ട കാലഘട്ടമാണ് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ ദുരന്തം കയറ്റ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കിടക്കുന്ന മനുഷ്യരെ കുളിച്ച് മൂടാൻ്റെ മണൽത്തരി പോലും ഈ ഭൂമിയിലുണ്ടാവില്ല. വീണ്ടും വരുന്ന തലമുറയ്ക്ക് എന്തിനു ചെയ്യുമെന്ന്, അന്നത്തെ തലമുറ എന്തിനു ചെയ്യുമെന്ന് പോലും അറിയില്ല.